അങ്ങനെ അതെ ഞാൻ ഫേസിൽ പാക്ക് തവണ അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇനി ഒരു 10 മിനിറ്റ് വെയിറ്റ് ചെയ്യണം. പറഞ്ഞത് ഞാൻ വാഷ് ചെയ്തിട്ട് വന്നു. ഇനി നമുക്ക് പാക്ക് ഇടാവേ. പാക്കിന് ഇനി എന്തൊക്കെയാണ് വേണ്ടത് ഞാൻ കാണിച്ചു തരാവേ. ഈ ഒരു പരുവം ആകുന്നതുപോലെ മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. ഇത് ഇങ്ങനെ ആയിട്ടില്ലെങ്കിൽ നിങ്ങൾ കുറച്ചുകൂടെ തക്കാളിയുടെ നീരിട്ടാൽ മതി. ഇനി ഹായ് ഹലോ അസ്സലാമു അലൈക്കും. എല്ലാ കൂട്ടുകാർക്കും വീണ്ടും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു. അൽഹംദുലില്ലാ ഞങ്ങൾക്ക് ഇവിടെ സുഖമാണ് കേട്ടോ. ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ബ്യൂട്ടി വ്ളോഗാണ്. അപ്പം ഞാൻ കരുതി ഒരാഴ്ചയിൽ ഒരു ദിവസം ബ്യൂട്ടി വ്ളോഗും ഒരാഴ്ചയിൽ ഡേ ഇൻ മൈ ലൈഫും അല്ലെങ്കിൽ പുറത്തു പോകുന്ന എന്തെങ്കിലും വിശേഷങ്ങൾ ഇടാൻ. അല്ലാണ്ട് എനിക്കിവിടെ പ്രത്യേകിച്ച് കണ്ടന്റ് ഒന്നും ഇല്ലല്ലോ. അപ്പം ഇന്നത്തെ വ്ളോഗ് ബ്യൂട്ടി ടിപ്സാണ് കേട്ടോ. അതായത് നമുക്ക് പെട്ടെന്ന് എവിടെയെങ്കിലും ഒന്ന് പോകണമെങ്കിലോ നമ്മുടെ ഫേസ് ഒക്കെ ആണെങ്കിൽ ഈ സൂര്യപ്രകാശമൊക്കെ അടിച്ച് ടാൻ അടിക്കുമല്ലോ. അപ്പം നമ്മൾ സാധാരണ നമ്മൾ പാർലറിൽ പോയിട്ടാണ് ഈ ടാനോ അല്ലെങ്കിൽ ബ്ലീച്ചോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇടുന്നത്. അപ്പം ടാന് നമ്മൾ പാർലറിൽ പോയി ഇടുന്നതിനെക്കാട്ടും നല്ലത് ഞാനിപ്പോൾ ഇവിടെ ഒരു സ്ക്രബും ടാനും അതുപോലെ ഒരു ഫേസ് മാസ്കും ആയിരുന്നു. ഫേസ് പാക്ക് കേട്ടോ, മാസ്ക് അല്ല സോറി, ഫേസ് പാക്കുമാണ് ഇന്നിവിടെ കാണിക്കുന്നത്. അപ്പം ഞാൻ ആദ്യം ഫേസ് നന്നായിട്ടൊന്ന് വാഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വാഷ് ചെയ്തതിന് ശേഷം ഞാൻ ഒന്ന് സ്റ്റീം ചെയ്യണം. നമ്മൾ എന്ത് ചെയ്യുന്നതിന് മുന്നേ ആണെങ്കിലും നമ്മളൊന്ന് സ്റ്റീം ചെയ്താൽ നമ്മുടെ ആ ഡെഡ് സ്കിന്നൊക്കെ ഒന്ന് പുറത്തള്ളാനുള്ള നല്ലതാണ് സ്റ്റീം ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ സ്റ്റീം ചെയ്തിട്ടാണ് ഞാൻ സ്ക്രബ് ചെയ്യുന്നത്. അപ്പം ഞാൻ ആദ്യം പോയിട്ട് സ്റ്റീം ചെയ്തിട്ട് വരാം കേട്ടോ. അങ്ങനെ ഞാൻ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് പെട്ടെന്ന് ഒരു ഇൻസ്റ്റന്റ് ഒരു വെളുപ്പ് പോലെ നമുക്ക് തോന്നും കേട്ടോ. അങ്ങനെ ഞാൻ അതിന് ശേഷം ഇനി നമുക്ക് സ്ക്രബ് ചെയ്യണം. സ്ക്രബ് ചെയ്യാൻ ഞാൻ ഇന്ന് എടുത്തിരിക്കുന്നത് പഞ്ചസാരയാണ് കേട്ടോ. നല്ല ക്രിസ്റ്റലായിട്ടുള്ള പഞ്ചസാരയും തക്കാളിയാണ് കേട്ടോ. ചിലത് നമ്മുടെ പഞ്ചസാരയാണെങ്കിൽ പൊടിയായിട്ടിരിക്കുന്നതിനെക്കാട്ടും നല്ല തരിതരിയായിട്ടുള്ള പഞ്ചസാരയാണ്. അപ്പോൾ നമുക്ക് ഇത് കൊണ്ടൊന്ന് സ്ക്രബ് ചെയ്യാം. ഒന്ന് സ്ക്രബ് ചെയ്തിട്ടെ. ഞാൻ നന്നായിട്ട് സ്ക്രബ് ചെയ്തിട്ടുണ്ട്. ഒരു 2 മിനിറ്റിന് ശേഷം നമുക്കൊന്ന് വാഷ് ഇട്ട് വരാം കേട്ടോ. നമുക്ക് അതുപോലെ കാപ്പിപ്പൊടിയും കാപ്പിപ്പൊടിയും ഹണിയും നല്ലൊരു സ്ക്രബറാണ് കേട്ടോ. അപ്പോൾ ഈ വീക്കിൽ ഞാൻ ചെയ്യുന്നത് പഞ്ചസാരയും തക്കാളിയും വെച്ചിട്ടുള്ളതാണ്. നെക്സ്റ്റ് വീക്കിൽ അത് സ്ക്രബ് ഇങ്ങനെ മാറി മാറി വെക്കും. അതുപോലെ ആഴ്ചയിൽ ഒരു തവണ മാത്രമേ സ്ക്രബ് ചെയ്യത്തുള്ളൂ കേട്ടോ. എപ്പോൾ ഒന്നിടവിട്ട് അല്ലെങ്കിൽ 2-3 ദിവസം കൂടുമ്പോഴൊന്നും സ്ക്രബ് ചെയ്യത്തില്ല. സ്കിന്ന് ഡാമേജ് ആവും. വൺസ് ഇൻ എ വീക്കിൽ 1 ടൈം മാത്രമേ സ്ക്രബ് ചെയ്യത്തുള്ളൂ കേട്ടോ. അപ്പം അതിൻ്റെ 2 മിനിറ്റായി. ഞാൻ ഒന്ന് വാഷ് ചെയ്തിട്ട് വരാവേ. അപ്പം ഞാൻ എൻ്റെ വാഷ് ചെയ്തിട്ട് വന്ന് ഇനി നമുക്ക് ടാൻ ഇടാം കേട്ടോ. അപ്പം ടാന് എന്തൊക്കെയാണ് വേണ്ടതെന്ന് ഞാൻ കാണിച്ചു തരാവേ. മാല ഞാൻ മാറ്റി. മാലയ്ക്ക് അത്ര കൈ പാക്ക് കയറിയിരുന്നാലും പോകാൻ കുറച്ച് പാടാം. അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് വേണ്ടതെന്ന് കാണിക്കാവേ. ടാന് വേണ്ടി നമുക്ക് വേണ്ടത് ഇവിടെ അരിപ്പൊടിയാണ് കേട്ടോ. അരിപ്പൊടി, തൈര്, കോഫി, അതുപോലെ തക്കാളി നീര്. അപ്പം നമുക്കിതിലേക്ക് കുറച്ച് അരിപ്പൊടി ഇട്ട് കൊടുക്കാം. ഒരു സ്പൂൺ മതിയായിരിക്കും. 1.5 സ്പൂൺ ഇട്ട് ഇതിലേക്ക് നമുക്കിനി കുറച്ച് കോഫി ഇട്ട് കൊടുക്കാം. ഓക്കെ, ഇനി ഇതിലേക്ക് നമുക്ക് തൈരിട്ട് കൊടുക്കാം. ഓക്കെ, ഇത്രയും മതിയായിരിക്കും. ഇനി ഇതിലേക്ക് നമുക്ക് തക്കാളിയുടെ നീരൂടെ ഇട്ട് കൊടുക്കാം. ഓക്കെ, ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാവേ. ഈ ഒരു പരുവം ആകുന്നതുപോലെ മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. ഇത് ഇങ്ങനെ ആയിട്ടില്ലെങ്കിൽ നിങ്ങൾ കുറച്ചുകൂടെ തക്കാളിയുടെ നീരിട്ടാൽ മതി. ഇനി നമുക്കിത് ഫേസിലേക്ക് അപ്ലൈ ചെയ്യാം. നല്ലൊരു ടാനാണിത് കേട്ടോ. ടാൻ പാക്കാണ്. ഞാനിതൊരു 2 ദിവസം ആഴ്ചയിൽ 2 തവണ ഇടും കേട്ടോ. ഈ ഒരു ടാൻ പാക്ക് വാഷ് ചെയ്യാനൊക്കെ വളരെ എളുപ്പമാണ്. നമുക്ക് അപ്ലൈ ചെയ്യാനും ഭയങ്കര സ്മൂത്താണ്. നാളെ ഫ്രൈഡേ ആണ്, ഓഫാണ് കേട്ടോ. എല്ലാ ഫ്രൈഡേയും ഓഫാകുമ്പോൾ ഞാൻ തലേ ദിവസം എൻ്റെ പണി ഇതാണ്, എന്തെങ്കിലുമൊക്കെ ഒരു പാക്ക് എടുത്ത് ഇടുന്നത്. പിന്നെ അപ് ടു 30 ഒക്കെ കഴിയുമ്പോൾ നമുക്ക് വീട്ടിൽ തന്നെ നമ്മൾ പാക്കുകളൊക്കെ ഇടുന്നത് നമ്മുടെ ഫേസ് കുറച്ചുകൂടെ ടൈറ്റ് ആവാനും ഒക്കെ സഹായിക്കും. നമ്മളെപ്പോഴും പാർലറിൽ പോകുന്നതിനെക്കാട്ടും നല്ലത് ഹോം മെയ്ഡായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നതായിരിക്കും നല്ലത് കേട്ടോ. ഓക്കെ,
അങ്ങനെ ഞാൻ ടാൻ ഇട്ടിട്ടുണ്ട്. ഇതൊരു 10 മിനിറ്റ് ഫേസിലിരിക്കണം കേട്ടോ. അപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് ഇത് വാഷ് ചെയ്യാം. 10 മിനിറ്റ് അങ്ങനെ അതെ 10 മിനിറ്റായി. ഇതൊന്ന് ഉണങ്ങുന്ന ഒരു ടെക്സ്ചറായിട്ടുണ്ട് കേട്ടോ. നമുക്കിതൊന്ന് വാഷ് ചെയ്തിട്ട് വരാവേ. അപ്പം എന്തായാലും ഞാൻ വാഷ് ചെയ്തിട്ട് വന്നു. ഇനി നമുക്ക് പാക്ക് ഇടാവേ. പാക്കിന് ഇനി എന്തൊക്കെയാണ് വേണ്ടത് ഞാൻ കാണിച്ചു തരാവേ. ഒരു സെക്കൻഡ്. ഇതിലേക്ക് നമുക്ക് വേണ്ടത് അരിപ്പൊടി, തൈര്, തക്കാളിയുടെ നീര്, വേണ്ട അതുപോലെ ഉരുളക്കിഴങ്ങ് കേട്ടോ. ഇത് ഉരുളക്കിഴങ്ങിൻ്റെ ജ്യൂസാണ്. അതുപോലെ കടലമാവ്, അതുപോലെ മഞ്ഞപ്പൊടി, കോഫി. ഇനി ഒരു ഐറ്റം കൂടി ഉണ്ട്. അബ്ദുള്ള എടുത്ത് മാറ്റി വെച്ചേക്കും. വേണ്ട തേന്. അപ്പോൾ നമുക്കിത് ഇത്രയും കൂടി ഇനി ഇതിലേക്ക് ഇട്ട് കൊടുക്കാമേ. ഫസ്റ്റ് നമുക്ക് അരിപ്പൊടി ഇട്ട് കൊടുക്കാം. അരിപ്പൊടി ഒരു 1.5 സ്പൂൺ ഇട്ട് ഇതിലേക്ക് കടലമാവ് ഞാനൊരു 1.5 എടുത്തു. ഇനി ഇതിലേക്ക് ഉരുളക്കിഴങ്ങിൻ്റെ നീര് കേട്ടോ. ഉരുളക്കിഴങ്ങിൻ്റെ നീര്, അതുപോലെ ബാലൻസ് ഇരുന്നില്ല നമ്മുടെ തക്കാളി, അതിൻ്റെ ബാക്കി നീരാണ് ഞാൻ ഇതിലോട്ട് ഒഴിക്കുന്നത്. ഓക്കെ, അത്രയും മതി. ഇനി ഇതിലേക്ക് കോഫി, ഇനി ഇതിലേക്ക് മഞ്ഞപ്പൊടി, നമുക്ക് ഹണി എടുക്കാം. ഹണി എടുക്കാനാണ് പാട്. ഇട്ടിരിക്കും. ഓക്കെ, ഇനി കുറച്ച് തൈര്. അയ്യോ ഇല്ല, തൈരിട്ടില്ല. അപ്പോൾ ഓക്കെ, നമുക്കിനി ഇതൊന്ന് മിക്സ് ചെയ്യാവേ. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യട്ടെ. കടലമാവൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ, നമ്മുടെ ഫേസ് ടൈറ്റ് ആവാനും ഒക്കെ നല്ലതാണ്. അതുപോലെ അരിപ്പൊടിയൊക്കെയാണ് നമ്മളിപ്പോൾ കൊറിയൻ സ്കിന്നിനൊക്കെ ഉപയോഗിക്കുന്ന എല്ലാം റൈസിൻ്റെ ആണ്. പിന്നെ തേന്, പിന്നെ തൈര്, എല്ലാം നമ്മുടെ ഫേസിന് വേണ്ട ഇൻഗ്രീഡിയൻസ് ആണ്. അപ്പോൾ അതേടെ കണ്ടോ, ഈ ഒരു ടെക്സ്ചർ വരും. ഇനി നമുക്കിത് ഫേസിലേക്ക് അപ്ലൈ ചെയ്യാം കേട്ടോ. ഒരു ശകലവും കൂടെ ഞാൻ ഇതിലേക്ക് പിന്നെ ഉരുളക്കിഴങ്ങിൻ്റെ നീരിടുന്നുണ്ട് കേട്ടോ. ഉരുളക്കിഴങ്ങിൻ്റെ നീര് ഫേസ് ബ്രൈറ്റനിങ്ങിന് ഭയങ്കര ഇതാണ് കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ചുകൂടി ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് അപ്ലൈ ചെയ്യാം. സാധാരണ ഞാൻ പാക്ക് ഇടുമ്പോൾ ഷെഫിയുടെ മുഖത്തും കൂടി ഇട്ട് കൊടുക്കും കേട്ടോ. ഷെഫി എന്ന് പക്ഷേ ഡ്യൂട്ടി കഴിഞ്ഞ് വന്നില്ല. അങ്ങനെ അതെ ഞാൻ ഫേസിൽ പാക്ക് നമ്മൾ അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇനി ഒരു 10 മിനിറ്റ് വെയിറ്റ് ചെയ്യണം. 10 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് വാഷ് ചെയ്തിട്ട് ആ ഒരു റിസൾട്ട് ഞാൻ നിങ്ങളെ കാണിക്കാമേ. അപ്പം തേണ്ട 10 മിനിറ്റായി. അബ്ദുള്ളോ 10 മിനിറ്റായി. അപ്പം ഞാനൊന്ന് ഫേസ് വാഷ് ചെയ്തിട്ട് വരാവേ. വെയിറ്റ്. അപ്പം തേണ്ട ഞാൻ ഫേസ് നന്നായി വാഷ് ചെയ്ത് കേട്ടോ. നമുക്കെവിടെയെങ്കിലും പാർട്ടിക്കൊക്കെ പോകണമെങ്കിലൊക്കെ നല്ലൊരു പാക്കാണിത്. അപ്പോൾ എല്ലാവരും ഇത് ആഴ്ചയിൽ 2 വട്ടം വെച്ചിടണം കേട്ടോ. പക്ഷേ 2 വട്ടം ഇടുമ്പോൾ തന്നെ നമ്മുടെ ഫേസ് നല്ല ടൈറ്റ് ആവും, നല്ല ഗ്ലോ ആവും. പക്ഷെ വൈകിട്ടേ ഇടാവുള്ളൂ കേട്ടോ. ഒരിക്കലും രാവിലെ ഉച്ചയ്ക്കൊന്നും ഇടല്, സന്ധ്യ സമയത്ത് മാത്രമേ ഇടാവുള്ളൂ. അതുപോലെ നാളെ നമ്മൾ മോയ്സ്ചറൈസറൊക്കെ ഇടുമ്പം അതുപോലെ സൺബ്ലോക്ക് ഇട്ടാണ്ട് പോവുകയും ചെയ്തിട്ടോ. വെയിലടിച്ചാൽ നമുക്ക് പെട്ടെന്ന് ഇതടിക്കും. അതുകൊണ്ട് നല്ലൊരു റിസൾട്ടാണ്. കുറച്ചും കൂടെ ബ്രൈറ്റ് ആയിട്ട് തോന്നും, കാരണം എൻ്റെ ഈ ലൈറ്റിൻ്റെയും കൂടെ കൂടുമ്പോൾ കേട്ടോ. അപ്പം നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം. ഇൻഷാ അല്ലാഹ് അടുത്ത വീണ്ടും പുതിയൊരു വീഡിയോ കാണുന്നവരെല്ലാവരോടും സ്നേഹം മാത്രം. താങ്ക് യു.